ഹായ് മക്കളെ, ഞാനും നിസാം സാർ എത്തിയിട്ടുള്ളത് നമ്മുടെ കേട്ടറ്റ് ഇംഗ്ലീഷിന്റെ കാറ്റഗറി 3യുടെ ക്ലാസ് നമ്മൾ സൈലം എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇനി ജോയിൻ ചെയ്യാനുള്ളവർക്ക് എന്താണ് എത്രയും പെട്ടെന്ന് കാറ്റഗറി 3യുടെ ഇംഗ്ലീഷിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. കഴിഞ്ഞ മാസം ഈ ഏപ്രിൽ 15-ാം തീയതിയാണ് ആരംഭിച്ചത്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഉള്ളത്. അതിന് ഫീ എത്ര വിഷയം ഉണ്ടാവും. ഇപ്പൊ നിലവിൽ വരുന്ന കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഇത് കിട്ടുമോ എന്നുള്ളത്. അതൊക്കെ ആപ്പിൽ റെക്കോർഡായിട്ടുണ്ടാവും. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് കണ്ട് നോട്ടൊക്കെ എഴുതി ഈ വരുന്ന നിങ്ങളുടെ സ്വപ്നമായ ആ കാറ്റഗറി 3 അടിച്ചെടുത്തോളം. എത്ര സാർ ഫീ വരുന്നത്? വെറും 2499 രൂപ മാത്രമേ ഉള്ളൂ ഫീ. 2499. അപ്പൊ ഏറ്റവും നമുക്കറിയാം സൈലത്തെ കുറിച്ച് ഒരു അഫോർഡബിൾ ആയ പ്രൈസ് ആണ് ഏതൊരു കോഴ്സിനും സൈലം നിശ്ചയിക്കാറുള്ളത്. അത് കേട്ടിട്ട് ഇംഗ്ലീഷിന്റെ കാറ്റഗറി 3ക്കും 2499 രൂപയാണ്. അപ്പൊ സമയം കളയേണ്ട, പറ്റുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ആകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമ്മളിന്ന് വന്നത് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 3യുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ചോദ്യം വരിക, ഏത് രീതിയിലാണ് വരിക, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആയിട്ട് ഒരു 15 ചോദ്യത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ ആദ്യത്തെ ചോദ്യം ഇട്ടാലോ? ഓക്കെ, ആദ്യത്തെ ചോദ്യം നിങ്ങൾ കാണുന്നുണ്ടാവും, നോക്കൂ. ആൻ എക്സാമ്പിൾ ഓഫ് ഡെവലപ്മെന്റൽ ഡിസോർഡർ ഈസ് എന്നാണ് ചോദിച്ചത്. 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ADHD ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ, ഓപ്ഷൻ സി ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ, ഓപ്ഷൻ ഡി മെന്റൽ റിട്ടാർഡേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡിസ്ലെക്സിയ എന്നുള്ളത് ഒരിക്കലും ഡെവലപ്മെന്റൽ ഡിസോർഡർ അല്ല, ഒരു ലേണിംഗ് ഡിസോർഡർ ആണ്. അപ്പൊ നമുക്ക് ആരെ ഒഴിവാക്കാം? ഡിസ്ലെക്സിയ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്കുള്ളത് ADHD ആണ്. ADHD എന്നുള്ളത് എന്താണ്? അതിന്റെ ഫുള്ള് നമുക്കറിയാലോ. അതിന്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. അപ്പൊ ഒരിക്കലും ADHD എന്തല്ല, ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ, ഒരു ബിഹേവിയർ ഡിസോർഡർ ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഡെവലപ്മെന്റൽ ഡിസോർഡർ വരുന്നത് ആരായിരിക്കും? ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ് ആയിരിക്കും. അപ്പൊ ഏറ്റവും നമുക്ക് ലേണേഴ്സ് വിത്ത് ഡിസേബിലിറ്റി എന്നൊരു ഭാഗമുണ്ട്. അതായത് പെഡഗോജിയിലെ ലേണേഴ്സ് വിത്ത് ഡിസേബിലിറ്റി എന്ന ഭാഗം 30 മാർക്കാണ് പെഡഗോജി. അതിൽ വരുന്നതാണ് ഈ ഭാഗങ്ങൾ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ നിന്ന് ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യങ്ങളാണ്. Yes, the growth of a poet's mind is the alternate title of a major work by. അപ്പം ഒരു സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, The Growth of a Poet's Mind എന്നുള്ളത്. അപ്പൊ ഇത് ഏത് ആളുടെ വർക്ക് ആണെന്നാണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് വേർഡ്സ്വർത്ത് ആണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ദ പ്രില്യൂഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി. അപ്പൊ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ദ പ്രില്യൂഡ് ആണ്. അതിന്റെ സബ് ടൈറ്റിൽ ചോദിച്ചു കഴിഞ്ഞാലും ദ ഗ്രോത്ത് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്ന ഒരു ആൻസർ കൂടെ നമുക്ക് കിട്ടും. എഴുതിയ വ്യക്തി എന്ന് പറയുന്നത് വേർഡ്സ്വർത്ത് ആണ്. ഇനി ഞാൻ അടുത്ത ചോദ്യം എടുക്കാം. വേർഡ്സ്വർത്തിന്റെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. വില്യം വേർഡ്സ്വർത്ത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് അടുത്ത ചോദ്യം. അടുത്തത് എന്റെ ചോദ്യമാണ് കേട്ടോ. പെഡഗോജിയുടെ ഭാഗത്ത് വന്നതാണ്. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്, വാട്ട് സോർട്ട് ഓഫ് റീഡിംഗ് ഡു യു യൂസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഓൺ TV ടുഡേ എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷനിൽ സ്കാനിങ് ഉണ്ട്, സ്കിമ്മിങ് ഉണ്ട്, അതേപോലെ ഇന്റൻസീവ് റീഡിംഗ് ഉണ്ട്, റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ഉണ്ട്. നിങ്ങൾ സംസാരങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളൊക്കെ B.Ed.നൊക്കെ പഠിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്നതാണ് സ്കാനിങ്, സ്കിമ്മിങ്, ഇന്റൻസീവ്. എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, ഇതിങ്ങനെ മാറിപ്പോ. സ്കാനിങ് ആണ്, സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്പെസിഫിക് ആയ കാര്യം മനസ്സിൽ വെച്ചിട്ട് ഒരു കാര്യം നോക്കുന്നതാണ് എന്ത്, സ്കാനിങ്. ഇപ്പൊ നമ്മളൊരു പുസ്തകം എടുത്തു, അതിലൊരു സ്പെസിഫിക് ആയ കാര്യം നമുക്ക് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ സ്കാനിങ് ആണ്. ഒരു ഓവറോൾ ഐഡിയ കിട്ടാനാണ് എന്ത് നടത്തുക, സ്കിമ്മിങ് നടത്തുക. അതേപോലെ തന്നെ ഇന്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ സ്കാനിങ്ങിലൂടെ തന്നെ മനസ്സിരുത്തി എന്ത് ചെയ്യാം, നമ്മൾ വായിക്കുന്നതാണ് ഇന്റൻസീവ് റീഡിംഗ്. അപ്പൊ ഇവിടെ സോർട്ട് ഓഫ് റീഡിംഗ് ഡു യു യൂസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഓൺ TV ടുഡേ എന്നുള്ളതല്ലേ. അപ്പൊ അത് ഏതിലാണ് വരിക, സ്കാനിങ്ങിലാണ് വരിക. അപ്പൊ ഇതും, അപ്പൊ സ്കാനിങ് എന്താണ്, സ്കിമ്മിങ് എന്താണ്, അതേപോലെ ഇന്റൻസീവ് റീഡിങ്, എക്സ്റ്റെൻസീവ് റീഡിങ്, ഇതിനൊക്കെ വിശദമായ ക്ലാസ്സുകൾ എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ ഈ ചോദ്യം കണ്ടുകൊണ്ട് പേടിക്കണ്ട, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. ഇനി അടുത്ത ഭാഷകളാണ്. നമ്മുടെ ഏത് ടോപ്പിക്, ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ സാറ് കണ്ടു, സ്പിൻ ഉണ്ട്, പിൻ ഉണ്ട്, ടിപ്പ് ഉണ്ട്. ഇതിന് മൂന്നിനും നമുക്ക് പ് എന്ന് പറയുന്ന ഒരു സൗണ്ട് കാണാം അല്ലെ. പക്ഷെ മൂന്നിനും വ്യത്യസ്തമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. ഒന്നിനെ നമ്മൾ പെട്ടെന്ന്
എന്നാൽ ഇവിടെ നോക്കി നിങ്ങൾ രണ്ടാമത് സ്പിൻ എന്ന് പറയുമ്പോൾ അതിന് അത്ര ഒരു ഇത് പറയുന്നില്ല. അതേപോലെ ഈ അവസാനം യൂസ് ചെയ്യുമ്പോൾ തന്നെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം പ് എന്ന് പറഞ്ഞ സൗണ്ട് ആണ്, പക്ഷെ 3 വാക്കുകളിലും വേറെ രീതിയിലാണ് പറയുന്നത്. ഒരൊറ്റ ഫോണീമിന്റെ ഡിഫറെന്റ് റിയലൈസേഷനെ നമ്മൾ വിളിക്കുന്നത് ആലഫോൺസ് ആണ്. സോ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. അതായത് എല്ലാത്തിലും പ് എന്നൊരു സൗണ്ട് വരുന്നുണ്ടെങ്കിലും പക്ഷെ അതിൽ ഓരോന്നിലും ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ട് ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക, നമ്മള് മലയാളികളല്ലേ, പക്ഷെ നേറ്റീവ് സ്പീക്കേഴ്സ് ഇത് യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആലഫോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോ നമുക്ക് പറയാം ആലഫോൺസ് എന്ന്. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ അത് ലിംഗ്വിസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ ഈ ഒരു സുഹൃത്ത് നമ്മളെ നിസാം സാറ്, നമ്മള് പുലിയാണ് ലിംഗ്വിസ്റ്റിക്കിലൊക്കെ. സംസാരം കേൾക്കുമ്പോ തന്നെ അറിയാം ഇദ്ദേഹം വല്ല ബ്രിട്ടനിലാണ് റൈറ്റിംഗ് ഈസ് എന്നാണ് ചോദ്യം. സത്യത്തിലെ ഈ ചോദ്യം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, കൺഫ്യൂഷൻ ആക്കാറുണ്ട് കുട്ടികൾക്ക്. ഇവിടെ റൈറ്റിംഗ് ഈസി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിസപ്റ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൊഡക്റ്റീവ് ഉണ്ട്. മനസ്സിലായോ? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, കുട്ടികൾ കൺഫ്യൂഷൻ ആക്കാൻ. അപ്പൊ റിസപ്റ്റീവ് സ്കില്ല്, ആ ടോട്ടൽ ലാംഗ്വേജ് സ്കില്ല് നിങ്ങൾക്ക് അറിയില്ലേ? LSRW ആണ് ടോട്ടൽ ലാംഗ്വേജ് സ്കില്ല്. അതിന് ഞാൻ എപ്പോഴും മക്കളോട് LP ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, LPക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തു. അപ്പൊ നോക്കി, ഇത് 4 അപ്പൊ 1ഉം 3ഉം റിസപ്റ്റീവ്, 2ഉം 4ഉം പ്രൊഡക്റ്റീവ്. ഇങ്ങനെ ആലോചിച്ചാൽ മാറില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോ LSRW താഴെ എഴുതിയിട്ട് 1ഉം 3ഉം റിസപ്റ്റീവും 2ഉം 4ഉം പ്രൊഡക്റ്റീവ്. പക്ഷെ ഇവിടെ റിസപ്റ്റീവ് സ്കില്ലാണോ പ്രൊഡക്റ്റീവ് സ്കില്ലാണോ എന്നല്ല ചോദിച്ചത്. ഇവിടെ ചോദിച്ച റൈറ്റിംഗ് ഏതാണ് എന്ന് ചോദിച്ചു. അപ്പൊ നോക്കിയേ, എല്ലും 6ഉം ഏതിലാ? അപ്പൊ എസും W ഏതിലാ? ആ W ആണ് ആര്? റൈറ്റിംഗ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. അത് എന്നാൽ റിസപ്റ്റീവ് സ്കിൽ ഏതാന്ന് വെച്ചാലോ? എന്നാൽ പ്രൊഡക്റ്റീവ് സ്കിൽ ഏതാന്ന് വെച്ചാലോ? സ്പീക്കിംഗ് റൈറ്റിംഗ്. അങ്ങനെയാണോ അവിടെ ചോദിച്ചത്? അല്ല. ഇനി ചിലപ്പോ അതിന് അടുത്ത പരീക്ഷയ്ക്ക് ലിസണിങ് ഏത് സ്കില്ലാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താം? റിസപ്റ്റീവ് എന്ന് എഴുതാം. ആ രീതിയിലൊക്കെ ചോദ്യം വരും. സത്യത്തിൽ ഇതാണ് അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഹ്യൂബ്രിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഈഡിപ്പസ് കോംപ്ലക്സ്, ഈഡിപ്പസ് റെക്സ് സോഫോക്ലിസിന്റെ. അതില് നമ്മുടെ ഈഡിപ്പസിനുള്ള ഒരു ഹമാട്ടി, അദ്ദേഹത്തിന്റെ ട്രാജിക് ഫ്ലോ ആണ് ഈ ഹ്യൂബ്രിസ് എന്നുള്ളത്. അദ്ദേഹത്തിന് ഭയങ്കര എക്സസീവ് പ്രൈഡ് ആണ്. അത് കാരണമാണ് അദ്ദേഹത്തിന് എന്താ അവസാനം ട്രാജഡി നടക്കുന്നത്. അപ്പൊ ഹ്യൂബ്രിസ് എന്ന് പറഞ്ഞാൽ പ്രൈഡ് ആണ് സാർ. ഓപ്ഷൻ എ ആണ് സാർ. അപ്പൊ ഇതുകൊണ്ട് എന്താണ്, ചില ഡ്രാമയിലൊക്കെ നമ്മൾ കുറെ അദ്ദേഹത്തിന്റെ അമാട്ടിയ ഫോർ ഷേക്സ്പിയറിന്റെ ഡ്രാമാസിലൊക്കെ എന്താണ് ട്രാജിക് ഫ്ലോ എന്നൊക്കെ ചോദിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹാംലെറ്റിൽ പ്രൊക്രാസ്റ്റിനേഷൻ ആണ്, വേണോ വേണ്ടേ, ടു ബി ഓർ നോട്ട് ടു ബി ഉണ്ടല്ലോ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാൻ അടുത്ത ചോദ്യം, അടുത്ത എന്റേതായിരിക്കും അല്ല, അത് നിങ്ങളെ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, nothing happens, nobody comes, nobody goes, the awful situation figures in ഇത് വെയിറ്റിംഗ് ഫോർ ഗോഡ്. പഠിച്ചു വെയിറ്റിംഗ് ഫോർ ഗോഡ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലേ സാറേ. അതായത് ഒന്നും സംഭവിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗോഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയെടുത്ത് തന്നെ എൻഡ് ഉണ്ടോ നോക്കിയാൽ തുടങ്ങിയെടുത്ത് തന്നെയാണ് അവസാനിക്കുന്നത്, അവസാനിക്കുന്നുണ്ടോ വെച്ചാൽ അവസാനിക്കുന്നില്ല. ആ ഒരു സാധനമാണ് വെയിറ്റിംഗ് ഫോർ ഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്താണ്, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് തിയേറ്ററും ഡ്രാമാസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതില് ചില അതിൽ ഫേമസ് ആയിട്ടുള്ള കോട്ടുകൾ, ചില ആളുകൾ പറയുന്ന കോട്ടുകളൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്താണ് ഇതുവരെ ചോദിച്ചേക്കാം ചോദ്യങ്ങൾ. അടുത്ത 9ാമത്തെ സാറേ, സം മ്യൂട്ട് ഇൻഗ്ലോറിയസ് മെൽറ്റൺ എന്ന് പറയുന്ന ഒരു ലൈന് വരുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചൊരു സാധനമാണ്. തോമസ് ലെയിന്റെ എലിജി റിട്ടൺ. അതിലവിടെ മരിച്ചു കിടക്കുന്ന ആളുകളിലൊക്കെ എന്താണ്, മെൽറ്റനെ പോലെ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിട്ട് പറയുന്ന ഒരു ലൈനാണ് സം മ്യൂട്ട് ഇൻഗ്ലോറിയസ് മെൽറ്റൺ. അപ്പൊ ചില നമുക്ക് പരിചയമായിട്ടുള്ള കുറെ പോയത്തിന്റെ ലൈൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. തോമസ് ഗ്രേ ആണ്. അടുത്ത ചോദ്യത്തിൽ സാറിന്റെ ചോദ്യം. അടുത്തത് if learners are assigning marks or providing feedback to other learners they are engaged in. ചോദ്യം നന്നായി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു മാർക്കാണ് പോയി കിട്ടും. ശരിക്കും ശ്രദ്ധിച്ചോണ്ടി,
If learners are assigning marks, കുട്ടികൾ തന്നെയാണ് എന്ത് ചെയ്യണം, അവരുടെ മാർക്ക് അസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ടു അതർ ലേണേഴ്സ്, സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ ഫീഡ്ബാക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ഏതിലാണ് അവർ എൻഗേജ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഇത് നമ്മുടെ പെഡഗോജിയിൽ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷനിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ അസസ്മെന്റ് ഇവാലുവേഷൻ എന്താണ്, അസസ്മെന്റ് എന്താണ്, ഇവാലുവേഷൻ എന്നൊക്കെ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിന് ഉത്തരത്തിൽ എത്താം. അപ്പൊ കുട്ടികൾ തന്നെയാണ് എന്ത് അവരുടെ ഫീഡ്ബാക്ക് നൽകുന്നതും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫീഡ്ബാക്ക് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പൊ ഒരിക്കലും അതെന്തല്ല, സെൽഫ് അല്ല, വേറെ ആൾക്കാരുണ്ട്, സെൽഫ് ഇവാലുവേഷൻ അല്ല. അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് അല്ല, ഫീഡ്ബാക്ക് ടെസ്റ്റ് അല്ല, നമ്മുടെ പിയർ അസസ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ പിയർ ഇവാലുവേഷൻ ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ നമുക്ക് പഠിക്കാനുണ്ട് പെഡഗോജിയിൽ. അപ്പൊ ഈ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. An imitation of an action that is serious, complete and of a certain magnitude. അരിസ്റ്റോട്ടിൽ പറയുന്ന ട്രാജഡിയുടെ ഡെഫിനിഷന്റെ ഒരു തുടക്കമാണത്. നമ്മുടെ പോളിറ്റിക്സിൽ പറയുന്നുണ്ട് എന്താ അങ്ങനെ ആയിരിക്കണം ട്രാജഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അരിസ്റ്റോട്ടിൽ നമ്മുടെ ട്രാജഡി ഡിഫൈൻ ചെയ്യുന്ന ഒരു കോട്ടാണ്. ഒരു ഇമിറ്റേഷൻ ആണ്, സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷന്റെ, അത് കംപ്ലീറ്റ് ആയിരിക്കും, അത് തുടക്കം ഉണ്ടാവും, മിഡിൽ ഉണ്ടാവും, എൻഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ വരുന്നത് ട്രാജഡിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ സാറേ. യെസ്, who is considered the poet's poet എന്നാണ് ചോദിക്കുന്നത്. സ്പെൻസർ ആണ് സാർ. അത് എന്തുകൊണ്ടറിയോ? എന്തുകൊണ്ട് ഈ സ്പെൻസർ ഒരുപാട് പോയറ്റുകളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എൻകറേജ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇൻസ്പയർഡ് ആണ് ഒരുപാട്. അതുകൊണ്ടാണ് ചാൾസ് ലാംബ് ഇദ്ദേഹത്തെ എന്ത് വിളിച്ചത്, പോയറ്റ്സ്. വെറും പോയറ്റ് അല്ല, ഇത് നോട്ട് ചെയ്ത് വെക്കണം അല്ലേ, പോയറ്റ്സ്. അതെ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോയറ്റുകളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ചാൾസ് ലാംബ് ആണ് വിളിക്കുന്നത്. ആ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ദെൻ ഇവിടെ മിൽട്ടൺ കണ്ടോ, ഈ മിൽട്ടനെ നമ്മുടെ ഡ്രൈഡൻ വിളിച്ചത് എന്താ അറിയോ, പോയറ്റിക്കൽ സൺ ഓഫ് സ്പെൻസർ എന്നാ വിളിച്ചത്. പോയറ്റിക്കൽ സൺ ഓഫ് സ്പെൻസർ എന്ന് മിൽട്ടനെ വിളിച്ചത് ആരാ, ഡ്രൈഡൻ. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ആൻസേഴ്സ് ഉണ്ട്, ഓപ്ഷനിലൊക്കെ ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ കുറെ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അടുത്ത് ചിലപ്പോ അടുത്ത തവണ കേട്ടിട്ട് ആവശ്യമായിരിക്കും വരിക. നമ്മുടെ കുട്ടികൾക്ക് അത് കിട്ടും. ഇതിന്റെ ഉത്തരം പോയറ്റ് എന്നുള്ളത് ലാംബാണ് വിളിച്ചത്, സ്പെൻസറെയാണ് വിളിച്ചത്. അടുത്ത ചോദ്യം. ഇനി അടുത്ത ചോദ്യം, സ്റ്റുഡൻസ് ഹൂ ലേൺസ് ബസ്റ്റ് ത്രൂ ഫിസിക്കൽ റെസ്പോൺസ് and have difficulty sitting for a long period of time are. Yes, so നോക്കൂ, ഓപ്ഷൻ എ കൈനസ്തെറ്റിക് ലേണേഴ്സ് ഉണ്ട്, വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്, ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്, സെൻസറി ലേണേഴ്സ് ഉണ്ട്. ചോദ്യം ഈസി ആയിട്ട് കുട്ടിക്ക് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. കാരണം ഡിഫിക്കൽട്ടി സിറ്റിംഗ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം എന്ന ചോദ്യം അല്ലേ. അപ്പൊ ഒരിക്കലും അത് എന്തല്ല, വിഷ്വൽ ആണ് എന്തായിരിക്കും, കണ്ണുമായി ബന്ധപ്പെട്ട, കാഴ്ചയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഓഡിറ്ററി എന്തായിരിക്കും, കേൾവിയുമായി ബന്ധപ്പെട്ട. അപ്പൊ ഇവിടെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ മസ്കുലർ ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്, ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ഫിസിക്കലുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും നിങ്ങൾ എഴുതേണ്ട ഉത്തരം ആരാണ്, കൈനസ്തെറ്റിക് ലേണേഴ്സ് ആയിരിക്കും. ഇത് കൈനസ്തെറ്റിക് ലേണേഴ്സ് ആണ്. ലേണിംഗ് ബൈ ഡൂയിങ് അതന്നെ തീർച്ചയായും. ഇനി അടുത്ത ചോദ്യം നമ്മൾ ഇന്നത്തെ അവസാന ചോദ്യമാണ്. മൈ ലാസ്റ്റ് ടച്ചസ്, റോബർട്ട് ബ്രൗണിങ്ങിന്റെ വളരെ മനോഹരമായിട്ട് പോയ ഇത് എന്ത് ടൈപ്പ് പോയാണ്, ഒരു ഡ്രമാറ്റിക് മോണലോഗ് ആണ്. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുമ്പോൾ നമ്മള് ഡയലോഗ് അല്ല, ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഡയലോഗ് വരുന്നത്. ഇതിൽ ഒരാൾ മാത്രം എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ആളുടെയും റെസ്പോൺസ് എന്താണ്, ഇയാളുടെ റെസ്പോൺസിൽ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഡ്രമാറ്റിക് മോണലോഗ് എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ് അല്ലെ. അതിപ്പോ പെഡഗോജി എന്നുണ്ട്, ലിംഗ്വിസ്റ്റിക് എന്നുണ്ട്, പിന്നെ നമ്മൾ സൈക്കോളജിയുടെ ഭാഗത്തുണ്ട്, ലിറ്ററേച്ചറിന്റെ ഭാഗത്തുണ്ട്, പിന്നെ ഗ്രാമർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു 150 മാർക്കിന്റെ ചോദ്യത്തില് OBC കൂട്ടത്തിന് 82 മാർക്കും ജനറൽ കൂട്ടത്തിന് 90 മാർക്കും. അപ്പൊ ഇതൊരു സത്യത്തിൽ കാറ്ററ്റ് എന്നുള്ളത് 2 ടൈപ്പ് ടെസ്റ്റുകൾ ഉണ്ട്. ഒന്ന് NRT ഉണ്ട്, അതേപോലെ തന്നെ CRT ഉണ്ട്. കേട്ടിട്ടില്ല? 2 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. അതായത് അച്ചീവ്മെന്റ് ടെസ്റ്റിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അച്ചീവ്മെന്റ് ടെസ്റ്റിന് 2ആയി. അച്ചീവ്മെന്റ് ടെസ്റ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2. ഒന്ന് NRT യും 2 CRT. കേട്ടില്ല? NRT എന്ന് പറഞ്ഞാൽ നോൺ റെഫേർഡ് ടെസ്റ്റ് ആണ്. CRT എന്നുള്ളത്
എനിക്കറിയില്ല. ക്രൈറ്റീരിയൻ എഫേർട്ട് ടെസ്റ്റ് ആണ്. ഒരു ക്രൈറ്റീരിയ വെച്ച് ടെസ്റ്റ് എടുക്കുന്നത് എന്തായിരിക്കും? CRT ആണ്. CRT ആണ്. ക്രൈറ്റീരിയ ഇല്ലാത്ത ടെസ്റ്റ് എടുക്കുന്നത് അപ്പൊ കോമ്പറ്റീഷൻ എക്സാംസ് ഏതായിരിക്കും? NRT ആയിരിക്കും. എന്നാൽ കേട്ടറ്റ് പോലത്തെ ഫിസിക്കൽ ടെസ്റ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ്, കേട്ടറ്റ് പരീക്ഷകളൊക്കെ ഏതാ? CRT. കാരണം എന്താ? ഒരു ക്രൈറ്റീരിയൻ ടെസ്റ്റ്. കാരണം ഒരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് നേരത്തെ വെച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞു. OBC കൂട്ടം കേട്ടറ്റ് കിട്ടാൻ 82. അപ്പൊ ഒരു കുട്ടിയുടെ നോളജ് ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ആ കുട്ടി 82 മാർക്ക് നേടിയിട്ടുണ്ടോ എന്നാണ് കമ്പയർ ചെയ്യുന്നത്. മനസ്സിലായി? അതാണ് ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റ്. അല്ലെങ്കിൽ ഒരു കട്ട് സ്കോർ വെച്ചിട്ട് ഇത്ര മാർക്ക് കിട്ടിയാൽ ലോ, ഇത്ര മാർക്ക് കിട്ടിയാൽ ഗുഡ്, ഇത്ര മാർക്ക് കിട്ടിയാൽ ആവറേജ് നേരത്തെ പറയില്ലേ? ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ എക്സാംസ് ഉള്ളതാ ഏതാ? NRT. ഈ കോമ്പറ്റീഷൻ എക്സാംസ് തന്നെ CRT ഉണ്ടാവും. ഇപ്പൊ ഒരു പോലീസിന്റെ എക്സാം എഴുതുമ്പോ NRT ആയിരിക്കും. അത് കഴിഞ്ഞ ശേഷം ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ? ഫിസിക്കലാണ്. ഫിസിക്കൽ CRT ആണ്. ഇത്ര ഹൈറ്റ് വേണം, ഇത്ര ചെസ്റ്റ് വേണം, ഇതൊക്കെ അല്ലേ? അപ്പൊ ഒരു ക്രൈറ്റീരിയ വെച്ച് നടത്തുന്ന എക്സാമുകളാണെന്ന് CRT. അപ്പൊ കാറ്റഗറി 3 ഏത് എക്സാമാ? CRT. അപ്പൊ ഈ CRT എന്ത് ചെയ്യണം? നിങ്ങളുടെ മുൻപിൽ വെച്ച പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അത് ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് കേട്ടറ്റ് കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? അത് ക്രോസ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. സൈലത്തിന്റെ ബാച്ച് ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്തോളൂ. ഞങ്ങൾ ഉണ്ട് അവിടെ. നിങ്ങളെ ആ ഒരു ക്രൈറ്റീരിയൻ റെഫേർഡ് ടെസ്റ്റ് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പ്രവർത്തിക്കും. കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാവുക. അപ്പോ ഏപ്രിൽ 15 തുടങ്ങിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട ക്ലാസ്സുകളൊക്കെ പിന്നെ ലൈവ് ക്ലാസ്സുകൾ അതിന്റെ കൂടെ വരുന്നതായിരിക്കും. അതെ. 2490 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോ B.Ed കഴിഞ്ഞു. B.Edന് ഇപ്പൊ സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കടന്നവർക്കൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് B.Ed കഴിഞ്ഞോടൊപ്പം തന്നെ ആ സ്വപ്നവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈലത്തോടൊപ്പം കൈവരിക്കാം. ഞാനും നിസാം സാറും ഉണ്ടാകും. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് എന്ത് ചെയ്യാം? ജോയിൻ. അല്ല, ഇതെങ്ങനെ ജോയിൻ ചെയ്യാം? നമ്മുടെ ആപ്പ്, നിങ്ങൾ സൈലത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. കേട്ടിട്ട് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിങ്ങൾക്ക് അതിൽ തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം അല്ലേ? ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് വന്നോളൂ, ജോയിൻ ചെയ്തോളൂ, കേട്ടിട്ടായിട്ട് നേടിക്കോളൂ. എന്നിട്ട് നിങ്ങളെ സ്വപ്ന ആ ഒരു തൊഴിലിലേക്ക്, ആ ഒരു ജോലിയിലേക്ക് ടീച്ചർ ആകണമെന്നുള്ള. എന്തായാലും ടീച്ചർ ആകണമെങ്കിൽ ഇതേപോലത്തെ ക്രൈറ്റീരിയൻ എഫേർട്ട് ടെസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം? പാസ്സാകണം. അപ്പൊ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ടച്ച് വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞോളൂ. വന്നോളി, ജോയിൻ ചെയ്തോളി, കേട്ടിട്ടായിട്ട് വീട്ടിൽ പോയിക്കോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.